ഒരു മനുഷ്യൻ്റെ മൃതദേഹം ഒരു മരത്തിനുള്ളിൽ ദിവസങ്ങളോളം സൂക്ഷിക്കപ്പെട്ടു. ഇതൊരു സിനിമയുടെ കഥയല്ല, സൗത്ത് ഓസ്ട്രേലിയയിലെ യഥാർത്ഥത്തിൽ നടന്നതായി രേഖപ്പെടുത്തിയ ഒരു ചരിത്ര സംഭവമാണ്. സ്വാഗതം ഡെഡ് മാൻസ് പാസിലേക്ക്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ ഒരു പാർക്കിലാണ്. ഈ ഒരു സ്ഥലം അഡ്ലേഡിൻ്റെ ഒരു നോർത്ത് എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അഡ്ലേഡ് സിറ്റിയിൽ നിന്നും ഒരു 55 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. എന്നെ ഒരുപാട് ആകർഷിച്ച കാര്യവും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാര്യവും ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഡെഡ് മാൻസ് പാസ്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് ഈ സ്ഥലത്തിന് വന്നതെന്ന്. കുറച്ച് ഗൂഗിളിലും സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് എന്നിൽ കൂടുതൽ കൗതുകം ഉണ്ടാക്കുന്നതായിരുന്നു. ആ നിഗൂഢത അവിടെ നിൽക്കുമ്പോഴും ഈ ട്രെയിലിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മനോഹരമായ കാഴ്ചകളാണ്. പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ, വളരെ ഭംഗിയുള്ള മരങ്ങൾ, നല്ല തണുത്ത കാറ്റും പക്ഷികളുടെ ശബ്ദവും. നമ്മൾ ഈ പാർക്കിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ സ്വീകരിക്കുന്നത് നീർച്ചാലുകളും അതിൽ നീന്തി തുടിക്കുന്ന താറാവുകളൊക്കെയാണ്. മാത്രമല്ല പല തരത്തിലുള്ള പക്ഷികളും ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഇതിലൂടെ നടക്കുമ്പോൾ ഞാൻ കുറച്ച് പുല്ലുകൾ, കരിഞ്ഞുണങ്ങി നിൽക്കുന്ന പുല്ലുകൾ കണ്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക് നാട്ടിലെ നെൽപ്പാടങ്ങളാണ് ഓർമ്മ വന്നത്, കരിഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ നീരുറവുകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. വൈകുന്നേരങ്ങളിൽ ഈ പാർക്കിലൂടെ ഒത്തിരി പേര് നായകളായിട്ട് നടക്കാനിറങ്ങും. അതേപോലെ നമുക്ക് ജോഗിങ്ങിന് വരുന്ന ആൾക്കാരെയും കാണാം. എന്നെ അതിശയപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഇവിടുത്തെ എല്ലാ മരങ്ങളിലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള കൂടുകൾ വെച്ചിട്ടുണ്ട്. പക്ഷികൾക്ക് മുട്ടയിടാനും താമസിക്കാനും കൂട് കൂട്ടേണ്ട ആവശ്യമില്ല. മാത്രമല്ല പക്ഷികളെ ഇവിടെ പിടിച്ചിരുത്താൻ ഇത് സഹായിക്കും, വേറെ സ്ഥലങ്ങൾ തേടി പോവാതെ. നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായനല്ലേ. ഇവിടെ വരുമ്പോഴും കാണുമ്പോഴൊക്കെ നമുക്കിതൊരു സാധാരണ പാർക്കായിട്ടാണ് തോന്നുക. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേര് എന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ചു കാലം പിന്നോട്ട് പോകണം. ഏകദേശം 190 വർഷങ്ങൾക്ക് മുമ്പുള്ള സൗത്ത് ഓസ്ട്രേലിയ. അന്നിവിടെ ഹൈവേസ് ഇല്ല, കാറുകളില്ല. ആളുകൾ യാത്ര ചെയ്തിരുന്നത് കുതിരയിലോ അല്ലെങ്കിൽ കാളവണ്ടികളിലോ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോ വേണ്ടി വന്നിരുന്നു. പക്ഷേ യാത്ര സുരക്ഷിതമല്ല. ഫുൾ കാടുകളുള്ള സ്ഥലങ്ങളായിരുന്നു. ഇടുങ്ങിയ വഴിയും പാറക്കെട്ടുകളും മഴയും ഇരുട്ടും ഒരുപാട് അപകട സാധ്യതകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ വർഷം 1839. പുതിയ സ്ഥലങ്ങൾ തേടിയുള്ള കുറേ യൂറോപ്യൻ പര്യവേഷകർ ഈ വഴി സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഒരു വലിയൊരു മരം കണ്ടു. അതിനടുത്തേക്ക് ചെന്നപ്പോൾ അവർ കണ്ടത് ആരെയും അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. മരപ്പത്തിനുള്ളിൽ ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു മനുഷ്യൻ്റെ മൃതദേഹം. ആ ജീവനറ്റ ശരീരം ഡിങ്കോ പോലുള്ള വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ആ വഴിയാത്രക്കാർ മണ്ണും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ച് ആ പൊത്തടച്ചു. ദാ ആ കാണുന്ന വലിയ റെഡ് ഗം മരമില്ലേ, അതാണ് ഡെഡ് മാൻസ് ട്രീ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ഇതാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന തെളിവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ 2 നൂറ്റാണ്ട് പഴക്കമുള്ള ആ ചരിത്രം നമ്മൾ ഓർക്കാതിരിക്കില്ല. എനിക്ക് ഈ മരവും കേണൽ വില്യംസിൻ്റെ പെയിൻറ്റിങ്ങിലെ മരവുമായിട്ട് നല്ല സാദൃശ്യം തോന്നിയായിരുന്നു. ചിലപ്പോൾ ഇതാകാം വില്യംസിൻ്റെ ആ പെയിൻറ്റിങ്ങിലെ മരം. ഞാൻ കുറച്ചു നേരം ഈ പടുകൂറ്റൻ മരവും അതിലെ വലിയ ട്രീ കാവിറ്റിയും നോക്കി നിന്നു. ഈ മണ്ണ് കൊണ്ട് അടച്ചു വെച്ച മൃതശരീരം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുറത്തെടുക്കുകയും അത് തൊട്ടടുത്തുള്ള ഗൗളറിലെ ശ്മശാനത്തിൽ അടക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ ആരാണെന്നോ
എന്താണെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ ഒന്നും വ്യക്തമായ ഉത്തരങ്ങളില്ല. മാത്രമല്ല ഇദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടതെന്നുള്ള കാര്യവും ഇന്നും രഹസ്യമാണ്. സ്ഥലത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ കാഴ്ചകളിൽ മാത്രമല്ല, അതിൻ്റെ കഥകളിലും കൂടിയാണ്. ഡെഡ് മാൻസ് പാസ് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ഇവിടെ വന്നാൽ വെറും ഒരു ട്രെയിൽ മാത്രമല്ല നിങ്ങൾ കാണുക, ചരിത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം കാണാം.